ജീവിതചര്യയോട് ചേർന്ന് നിൽക്കുന്ന ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന്റെ സന്തോഷമാണ് കണ്ണൂർ മാടായി പഞ്ചായത്ത് 3-ാം വാർഡിലെ LDF സ്വതന്ത്രൻ സഹജൻ പണിക്കർക്ക്. തെയ്യം കലാകാരനായ സ്ഥാനാർത്ഥിക്ക് ചെണ്ടയാണ് ചിഹ്നം. പ്രചാരണ തിരക്ക് കാരണം തിരഞ്ഞെടുപ്പ് കഴിയും വരെ തെയ്യം കെട്ടലിൽ നിന്ന് മാറി നിൽക്കുകയാണ് സഹജൻ പണിക്കർ. സ്ഥാനാർത്ഥി ഇച്ഛിച്ചതും ഇലക്ഷൻ കമ്മീഷൻ കൽപ്പിച്ചതും ചെണ്ട. സ്ഥാനാർത്ഥിക്കും കൂട്ടർക്കും ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം? ജീവിതതാളം തന്നെ തിരഞ്ഞെടുപ്പ് ചിഹ്നമാക്കി മത്സരിക്കുകയാണ് മാടായി പഞ്ചായത്ത് 3-ാം വാർഡിലെ LDF സ്വതന്ത്രൻ സഹജൻ പണിക്കർ. ചെണ്ടയും തൂക്കി കാവുകളിലേക്കെത്തുന്ന നാട്ടുകാർക്കറിയുന്ന സ്ഥാനാർത്ഥിക്ക് ചെണ്ടയേക്കാൾ മികച്ച ഏത് ചിഹ്നം കിട്ടാൻ? കായ്ഫലമുള്ള തെങ്ങായിരുന്നു ആദ്യം പ്രതീക്ഷിച്ച ചിഹ്നം. എന്നാൽ ചിഹ്നങ്ങളുടെ ലിസ്റ്റ് കിട്ടിയപ്പോൾ കൂട്ടത്തിൽ ചെണ്ട കണ്ടതോടെ തീരുമാനം മാറ്റി. ഞാൻ ഒരു സ്വപ്നത്തിൽ ഒരു പോലെ ഉണ്ടായി ചെണ്ട തലേന്ന്. പക്ഷെ നമ്മളെ നിർദ്ദേശിക്കുന്ന നമ്മുടെ LDFന്റെ നേതാക്കന്മാർ ചെണ്ട വേണമെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ചെണ്ടേനെ ആയിക്കോട്ടെ വെച്ചിട്ട് അവർ തന്ന ചിഹ്നമാണ് ചെണ്ട. അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് വിചാരിക്കുന്നത്. സഹജൻ പണിക്കർ വേങ്ങര മേഖലയിലെ അറിയപ്പെടുന്ന തെയ്യം കലാകാരനാണ്. 14-ാം വയസ്സ് മുതൽ തെയ്യം കെട്ടുന്നുണ്ട്. തീച്ചാമുണ്ടി, പൊട്ടൻ തുടങ്ങി നിരവധി തെയ്യങ്ങൾ കെട്ടിയാടുന്നു. കാവുകളിലെ ചെണ്ടകൊട്ടലും തോറ്റവും തെയ്യവുമൊക്കെ ഉപാസനയായി കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് വർഷം 45ആയി. ഇത്തവണത്തെ തെയ്യം സീസണിലാണ് സ്ഥാനാർത്ഥിത്വം വന്നു ചേരുന്നത്. തെയ്യക്കാവും തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ഇത്തവണ പതിവിലേറെ തിരക്കാണ് പണിക്കർക്ക്. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾക്ക് ജനങ്ങൾ ചെണ്ടയിൽ വോട്ടിടുമെന്ന സഹജൻ പണിക്കരുടെ ഉറപ്പ്. ഇതന്നെ നമ്മൾ ഓരോ വീടുകൾ കയറുമ്പോൾ നമ്മൾ വികസനം പറഞ്ഞില്ലേ പോകുന്നത്. ഇപ്പം തന്നെ യുവാക്കൾക്ക് 1000 രൂപ കിട്ടുമ്പോൾ നമ്മുടെ യുവാക്കൾ നമ്മുടെ കൂടിയില്ല. ആ ഒരു സന്തോഷം. തൊഴിലുറപ്പുകാർക്ക് കിട്ടുന്ന ഒരു ഇത് പിന്നെ 1600 നമ്മുടെ ഇത് പിന്നെ അത് 2000 അപ്പോൾ വളരെ സന്തോഷം. അമ്മമാരും പിന്നെ വളരെ സന്തോഷത്തോടെ നമുക്കും ധൈര്യമുണ്ടല്ലോ പോയിട്ട് അവരോട് പറയാൻ ധൈര്യമുണ്ടല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് 100%. കാവുകളിൽ ചടങ്ങുകളുടെ ഭാഗമാകുമെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിയും വരെ തെയ്യം കെട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. സമയമാണ് പ്രശ്നം. UDFൽ നിന്ന് സഹജൻ പണിക്കർ വാർഡ് പിടിക്കുമെന്നാണ് LDFന്റെ ആത്മവിശ്വാസം. ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലല്ല കെട്ടണം തന്നെ അവർ പറഞ്ഞു. പക്ഷെ ഞാൻ സ്വമേധ അതിൽ നിന്ന് സമയം കണ്ടെത്തണ്ടേ, ആളുകളെ എന്നെ ക്ഷണിക്കാനും പിടിക്കാനും പോട്ടെ. അപ്പം അങ്ങനെ പറയുന്നത് തെയ്യം എന്തായാലും കിട്ടും. അതിൻ്റെ ഇടയിൽ തന്നെ ചെണ്ട ഈ ചെടരകുളങ്ങര ഭൗതിക്ഷേത്രത്തിൽ 3 ഇപ്പം ഒരു കളിയാട്ടം നടത്തി. ആ 3 ദിവസം സജീവമായിട്ട് തന്നെ തെയ്യത്തിൻ്റെ ഒപ്പരം ചെണ്ടയും കൂട്ടിയിട്ട്. കോൺഗ്രസിലെ ബാബു കുതിരമ്മലാണ് എതിർ സ്ഥാനാർത്ഥി. BJPയും മത്സര രംഗത്തുണ്ട്. 2020 ഫോക്ലോർ അവാർഡ് ജേതാവ് കൂടിയായ സഹജൻ പണിക്കർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ തെയ്യത്തിന്റെ മുടിയണിഞ്ഞ് വീണ്ടും കാവുകളിലെത്തുമെന്നും പറയുന്നു. ചെണ്ടയാണ് സഹജൻ പണിക്കരുടെ ചിഹ്നം. തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ജീവിതത്തിലും ഈ ചെണ്ട ഇദ്ദേഹത്തിന്റെ അടയാളപ്പെടുത്തലാണ്. ചെണ്ട അടയാളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറാമെന്ന ശുഭപ്രതീക്ഷയിലാണ് സഹജൻ പണിക്കറും ഒപ്പം LDF പ്രവർത്തകരുമുള്ളത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.